കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പറയുന്നത്. പാർട്ട് ഓഫ് ഓയിൽ ഇമേജ് ട്രാൻസ്ഫോമർ. ഓയിൽ ഇമേജ് ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടുകളാണ്, അത് എസെൻഷ്യൽസ് പാർട്ടാണ് പറ്റിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പടം ഒന്ന് നോക്കുക. ഈ പടത്തിനകത്ത് ടാങ്ക്, ഇതാണ് ഒരു ടാങ്ക് എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ ടാങ്ക്. ഈ ടാങ്കിനകത്താണ് വൈൻഡിങ് ഉള്ളത്. വൈൻഡിങ്ങിനകത്ത് ഉണ്ട് ഈ ടാങ്കിനകത്ത് നിന്നിട്ട് വൈൻഡിങ് വെച്ചിട്ട് മുകളിൽ നമുക്ക് ട്രാൻസ്ഫോമർ ഓയിൽ ഇതിനകത്ത് നിറച്ച് ഫില്ല് ചെയ്തിരിക്കും. ഇത് സൈഡിൽ കാണുന്നതാണ് റേഡിയേറ്റർ എന്ന് പറയും. ഇതാണ് റേഡിയേറ്റർ. ട്രാൻസ്ഫോമറിനകത്ത് ഓയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചൂടാകുന്നത് ഉയർന്നു വന്ന് റേഡിയേറ്ററിനകത്തോടെ കടന്ന് ഇങ്ങനെ താഴോട്ട് വരും. അതുപോലെ ഈ സൈഡിലും ഉണ്ട് റേഡിയേറ്റർ. ചൂടാകുന്ന ട്രാൻസ്ഫോമർ ഓയിൽ റേഡിയേറ്ററിനകത്തോടെ കടന്ന് റേഡിയേറ്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും താഴെ വരും. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബ്രീത്തർ എന്ന് പറയുന്നത് ഇതിനെയാണ് ബ്രീത്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രീത്തറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. ബ്രീത്തർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എയർ കടന്നു വരുന്ന, ട്രാൻസ്ഫോമറിനകത്തേക്ക് എയർ കടത്തിവിടുന്ന ഒരു ഉപകരണമാണ്. ട്രാൻസ്ഫോമറിനകത്തെ എയർ വെളിയിലേക്ക് പോകാനും വെളിയിലെ എയർ അകത്തേക്ക് കടന്നു വരാനും ഉപയോഗിക്കുന്നതാണ് ബ്രീത്തർ. ഇതാണ് കൺസർവേറ്റർ. ഇത് ബ്രീത്തർ. ഇത് കൺസർവേറ്റർ ടാങ്ക് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ട്രാൻസ്ഫോമറിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അത് ഒരു പൈപ്പ് മുഖാന്തരം ട്രാൻസ്ഫോമർ ടാങ്കുമായിട്ട് ബന്ധിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കണം. പിന്നെ എക്സ്പ്ലോഷൻസ് വെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് എക്സ്പ്ലോഷൻസ് വെൻറ്റ്. ട്രാൻസ്ഫോമറിൻ്റെ ഇതിനകത്ത് ഓയിൽ എന്താണ് എക്സസ് ഗ്യാസ് വരുമ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ഓയിലിനെ പറ്റി നമ്മൾ പറയുന്നത് മിനറൽ ഓയിൽസ് ആണ് ഇതിനകത്ത് ട്രാൻസ്ഫോമർ ഓയിൽ. അപ്പോൾ ഇത് നമുക്ക് ബ്രീത്തർ, ഇതാണ് ബ്രീത്തർ. എക്സ്പ്ലോഷൻസ് വെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കൺസർവേഷൻ ടാങ്ക് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ട്രാൻസ്ഫോമർ ഓയിൽ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നായിട്ട് നമുക്ക് ചെറുതായിട്ട് പഠിക്കാം. മുമ്പേ നമ്മൾ പറഞ്ഞ കൺസർവേറ്ററിനെ പറ്റിയാണ്. കൺസർവേറ്ററിൻ്റെ മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു. കൺസർവേറ്റർ എവിടെ ഫിറ്റ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ ടാങ്കിൻ്റെ മുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്ന കൺസർവേറ്ററിൻ്റെ മാത്രം ഒരു പടമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഷേപ്പ് നോക്കൂ, ഒരു ട്രമ്മിൻ്റെ ഷേപ്പാണിത്. വെളുത്തിരിക്കുന്ന ഇതാണ് കൺസർവേറ്റർ. ഇത് നമ്മൾ ബ്രീത്തറാണ്. അപ്പോൾ നമ്മൾ ഈ കൺസർവേറ്ററിനെ പറ്റിയാണ് പറയുന്നത്, കൺസർവേറ്ററിൻ്റെ ഫങ്ഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ട്രാൻസ്ഫോമർ ടാങ്കിൻ്റെ മുകളിലായി ബന്ധിച്ചിരിക്കുന്ന 3/4 ഭാഗം ഓയിൽ നിറച്ച ട്രമ്മാണിത്. 3/4 ഭാഗമേ ഉള്ളൂ അതിനകത്ത് ഓയിൽ. ഇതിൽ നിന്നാണ് കണക്ഷൻസ് നേരെ ട്രാൻസ്ഫോമർ ടാങ്കിലേക്ക് പോകുന്നത്. അകത്തെ ഓയിൽ ലെവൽ കാണിക്കാൻ ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ഓയിൽ ലെവൽ ഇൻഡിക്കേറ്ററും കണക്ട് ചെയ്തിരിക്കും. ഇതിനകത്ത് അകത്തെ ലെവൽ കാണാനായിട്ട്, നമുക്ക് വെളിയിൽ നിന്ന് കാണാനായിട്ട്. ടെമ്പറേച്ചർ അനുസരിച്ച് ട്രാൻസ്ഫോമർ ഓയിലിൽ സങ്കോച വികാസങ്ങൾ നടക്കുമ്പോൾ കൺസർവേറ്ററിനകത്തെ ഓയിൽ ലെവൽ വ്യത്യാസപ്പെടും. അപ്പോൾ ഇവിടെ ഓയിൽ ടാങ്കിനകത്ത് നമുക്കറിയാം വൈൻഡിങ് ഉണ്ടെന്ന്. അപ്പം ഇത് ചാർജ് ചെയ്യുമ്പോൾ, ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനകത്ത് അത് ചൂട് പിടിക്കുമ്പം ഓയിൽ ചൂട് പിടിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ചൂട് പിടിക്കുന്ന ഓയിലിൻ്റെ ലെവല് കൂടും. അപ്പോൾ ആ ലെവല് കൂടും. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ വർക്കിംഗ് കുറവാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിനകത്തുള്ള ഓയിലിൻ്റെ ലെവല് കുറയും. അപ്പോൾ സങ്കോചവും വികാസവും നടക്കും. അപ്പോൾ ആ സങ്കോചവും വികാസവും നടക്കുന്നത് ഈ കൺസർവേറ്ററിനകത്താണ്. ഇനി അടുത്തത് നോക്കൂ. ദ കൺസർവേറ്റർ കൺസിസ്റ്റ് ഓഫ് എ എയർ ടൈറ്റ് മെറ്റൽ ട്രം ഫിക്സ്ഡ്. ആദ്യമേ നോക്കാം നമുക്ക്. ദ ഫങ്ഷൻ ഓഫ് ദ കൺസർവേറ്റർ ഈസ് ടു ടേക്ക് അപ്പ് contractions and expansions of the oil without allowing it to come in contact with side air. Without side air. അപ്പോൾ വെളിയിലുള്ള എയറുമായിട്ട് ബന്ധമില്ലാതെ അതിനകത്ത് തന്നെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്ന ഇതിനകത്ത് വെച്ചാണ് നടക്കുന്നത്. ഓയിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്ന ഇതിനകത്ത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കൂ.
The conservator consists of an airtight metal drum fixed above the level of the top of the tank and connected with it by a pipe. മുമ്പ് ഞാനത് പറഞ്ഞാണ്, ട്രാൻസ്ഫോമർ ടാങ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് മുഖാന്തരമാണ്. The main tank is completely filled with oil when cold. The main tank is completely filled with oil when cold. The main tank എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ടാങ്ക് എന്ന് പറയുന്നത് ഈ കൺസർവേറ്ററിൻ്റെ അടിയിലിരിക്കുന്ന അതാണ്, ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ഇരിക്കുന്നതാണ് മെയിൻ ടാങ്ക്. The main tank is completely filled with oil when cold. തണുത്തിരിക്കുമ്പോൾ അത് നിറച്ച് ഫില്ല് ചെയ്തിരിക്കുന്ന ഓയിൽ. അതാണ് അവിടെ പറയുന്നത്. ഇവിടെ നോക്കൂ. The conservator is partially filled with oil. അപ്പോൾ കൺസർവേറ്ററിനകത്ത് പാർഷ്യലി ഫിൽഡ്, ഫുള്ളായിട്ട് നമ്മൾ കൺസർവേഷനകത്ത് ഓയിൽ ഫില്ല് ചെയ്ത് പാർഷ്യലി ആണ്. അടുത്ത് the sludge. The foam remains in the conservator itself and it does not go to the main tank. അപ്പോൾ സ്ലഡ്ജ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ അതിന് താഴെ പറയുന്നുണ്ട്. നോട്ട്സ്. സ്ലഡ്ജിങ് മീൻസ് the slow formation of solid hydrocarbon. ഹൈഡ്രോകാർബണിൻ്റെ സ്ലോ ഫോർമേഷനാണ്. ഈ ഓയിലിനകത്ത് ഹൈഡ്രോകാർബൺ ഉണ്ടാകും, അത് കുറേശ്ശെ ഉണ്ടാകും. ഡ്യൂ ടു ദ ഹീറ്റിംഗ് ആൻഡ് ഓക്സിഡേഷൻ, ചൂടും ഓക്സിഡേഷൻസ് കൊണ്ടുമാണ് അതിനകത്തുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സ്ലഡ്ജ് നമ്മുടെ മെയിൻ ടാങ്കിലേക്ക് പോകാതെ കൺസർവേറ്ററിൻ്റെ മുകളിൽ നിലനിൽക്കും. ഇത്രയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചിത്രം നോക്കൂ. ചിത്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് മെയിൻ ടാങ്കിന് ഇതിനു മുമ്പ് നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ട്, വലിയൊരു ട്രാൻസ്ഫോമർ. അതിൻ്റെ മുകളിൽ അതിന് കൺസർവേറ്ററിൻ്റെ സൈഡിൽ ബ്രീത്തർ. അപ്പോൾ കൺസർവേറ്ററാണ് ഇത്, വലിയ ടാങ്കാണ്, ട്രം പോലുള്ള ടാങ്ക്. ഇതാണ് ബ്രീത്തർ. ഇത് നോക്കൂ, ഈ ബ്രീത്തറിൽ കൂടെയാണ് എയർ ട്രാൻസ്ഫോമറിനകത്തേക്ക് കടന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലെ ഇങ്ങനെ കടന്ന് ഭാഗത്തോട്ട് കയറി മുകളിലോട്ട് വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ടാങ്കിലുണ്ടാകുന്ന എയർ ഇതുവഴി വന്ന് കൺസർവേറ്ററിനകത്തോടെ കടന്ന് ബ്രീത്തറിനകത്തോടെ വെളിയിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ബ്രീത്തർ എന്ന് പറയുന്നത്, ബ്രീത്തർ. അപ്പോൾ ഇത് പറയുന്നത് ടാങ്കിന് മുകളിലായി ബന്ധിച്ചിരിക്കുന്നു. ഇത് ടാങ്കിന് മുകളിലാണ് ബന്ധിച്ചിരിക്കുന്നത്. സിലിക്ക ജെൽ, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിലിക്ക ജെൽ എന്ന് പറയുന്ന സാധനം, അതാണ് ഈർപ്പത്തെ വലിച്ചെടുക്കുന്നത്. സിലിക്ക ജെൽ അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് ആയിരിക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നിറച്ച സിലിക്ക ജെൽ അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് നിറച്ചാണ് ബ്രീത്തർ എന്ന പൈപ്പ് അകത്തേക്ക്, ഇതിൻ്റെ ഫങ്ഷനാണ് അകത്തേക്ക് ഈർപ്പം കലർന്ന വായു കടക്കുന്നത് ഒഴിവാക്കുന്നു. അപ്പോൾ ഇതിനകത്തൂടെ അകത്തേക്ക് ഈർപ്പം കടന്നു പോകാനായിട്ട് സമ്മതിക്കത്തില്ല. ഇതുവഴി ഈർപ്പം വെളിയിലുള്ള വായു ഇതുവഴി കിടന്ന് അതിനകത്തെ ഈർപ്പം ഇത് വലിച്ചെടുക്കും. ഈർപ്പം വലിച്ചെടുത്ത ബാക്കി നല്ല വായുവാണ് ഇതിനകത്തൂടെ കയറി പൈപ്പിൽ കൂടെ വന്ന് കൺസർവേറ്റർ വഴി ടാങ്കിൽ വരുന്നത്. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇനി ഇതിവിടെ നമുക്ക് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്നാന്ന് പറയാം. വെൻ ദ ട്രാൻസ്ഫോമർ കൂൾ ചെയ്യുമ്പോൾ ദ ഓയിൽ ലെവൽ ഗോസ് ഡൗൺ, ഓയിലിൻ്റെ ലെവൽ താഴോട്ട് പോകും. ആൻഡ് എയർ ഈസ് ഡ്രോൺ ഇൻ, അപ്പം എയർ അതിനകത്തോട്ട് കടന്നു വരും. ദിസ് ഈസ് നോൺ ആസ് ബ്രീത്തിങ്. ഇതിനെയാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. എയർ അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ കടന്നു പോകുന്നതിനാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കും. വെൻ ദ ടെമ്പറേച്ചർ ചേഞ്ച് ദ ഓയിൽ എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട്സ് ആൻഡ് ദെയർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓഫ് എയർ. അപ്പോൾ ട്രാൻസ്ഫോമർ ചൂട് പിടിക്കുമ്പോൾ അത് ഉയരുകയും താഴുകയും ചെയ്യും. അതിനകത്ത് ഓയിൽ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ അവിടെ എയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. അടുത്തെന്താണ് പറയുന്നത്? ദ എയർ കമ്മിങ് ഇൻ ഈസ് പാസ് ത്രൂ ആൻ അപ്പാരറ്റ്സ് കോൾഡ് ബ്രീത്തർ. അതിനെയാണ് നമ്മൾ ബ്രീത്തർ എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഇങ്ങനെ കടന്നു പോകുകയും വെളിയിൽ പോവുകയും ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന ഉപകരണത്തെ ബ്രീത്തർ എന്ന് പറയും. ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്ട്രാക്റ്റിംഗ് മോയ്സ്ചർ. അപ്പോൾ ഈ മോയ്സ്ചറിനെ അവൻ വലിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ. ദ ബ്രീത്തർ കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ വെസൽസ് വിച്ച് കണ്ടെയ്ൻ എ ട്രൈങ് ഏജന്റ് ലൈക്ക് സിലിക്ക ജെൽ
ക്രിസ്റ്റൽ. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞത് അത് സിലിക്കാ ജെൽ ക്രിസ്റ്റൽ ഞാൻ കാണിച്ചായിരുന്നു. ബ്രീത്തറിനകത്ത് കളക്ട് ചെയ്യേണ്ടത് സിലിക്കാ ജെൽ ക്രിസ്റ്റലാണ്. ആ സിലിക്കാ ജെൽ ക്രിസ്റ്റലാണ് എയറിനകത്തുള്ള മോയ്സ്ചറിനെ വലിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്ക്, എക്സ്പാൻഷൻസ് വെന്റ്. മുമ്പേ നേരത്തെ ഞാനത് കാണിച്ചായിരുന്നു. എക്സ്പാൻഷൻസ് വെന്റ് എന്ന് പറയുന്നത് അതൊരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ്. ട്രാൻസ്ഫോമറിനകത്തുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ്. അതെന്താണ് അവിടെ പറയുന്നത്? ഇറ്റ് ഈസ് എ സേഫ്റ്റി ഡിവൈസ് which protect the transformer tank from the gases induced by any type of a short circuit into the transformer. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ്ഫോമറിനകത്ത് ഉണ്ടാകുവാണെങ്കിൽ എക്സസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന എക്സസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ എക്സ്പ്ലോഷൻസ് വെന്റിനകത്തൊരു വാൽവ് ഉണ്ട്. ആ വാൽവ് ഓപ്പൺ ആയിട്ട് അതെല്ലാം വെളിയിലേക്ക് പോകും. ആ ഗ്യാസും അങ്ങനെ ഉണ്ടാകുന്ന എക്സസ് ഗ്യാസ് മുഴുവൻ വെളിയിലേക്ക് പോകും. അങ്ങനെ പോയില്ലെങ്കിൽ ആ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാനാണ് ഈ എക്സ്പ്ലോഷൻസ് വെന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രധാന. താങ്ക് യു.